ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പാട്ടോ. വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ സ്വന്തം പൊന്മുടിയിലോട്ടാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ അവിടെ കുരങ്ങനെ കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് ഇറങ്ങിയത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കോടമഞ്ഞ് കാണാൻ പറ്റും എന്ന് വിചാരിച്ചാട്ടോ പോകുന്നത്. കണ്ടോ ഇല്ലേന്ന് ഈ വ്ളോഗ് മൊത്തം കണ്ടാലേ അറിയാൻ പറ്റുള്ളേ. ഓരോ ഹെയർ പിന്ന് കയറുന്തോറും ചെറിയൊരു കോടയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി മുകളിലെത്തുമ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. പൊന്മുടിയിൽ വന്നതിലേക്ക് ഇന്നാട്ടോ ഇത്രയും തിരക്ക് ഞാൻ കാണുന്നത്. ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങാൻ തോന്നി കേട്ടോ. അടിപൊളി വ്യൂ ആട്ടോ. നല്ല തിരക്കും ലേറ്റും ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നിർത്തിയില്ല കേട്ടോ. പിന്നെ നേരെ ടോപ്പിലോട്ട് തന്നെ വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ ഫൈനലി പൊന്മുടിയുടെ ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കോടയൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ചെന്നുടനെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്മുടിയിലെ വിശേഷങ്ങൾ കണ്ടാലോ. ആദ്യം നമ്മൾ ഈ ഒരു മല കയറാൻ തുടങ്ങി. ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോട ഇറങ്ങി തുടങ്ങി. നല്ലൊരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതാണല്ലോ മെയിൻ. പിന്നെ നമ്മൾ ഈ ഒരു പാറയുടെ മണ്ടയിലാട്ടോ കയറിയത്. ഇപ്പോൾ പിന്നെ നന്നായിട്ട് കോട ഇറങ്ങാൻ തുടങ്ങി. അതിൻ്റെ കൂടെ കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ പൊന്മുടി വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സംഭവം കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഈ പാറയുടെ മണ്ടയിൽ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. നമുക്കവിടെ ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നേ. ഇനിയും വരാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും തന്നെ 6:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയ നേരത്ത് നല്ല തണുപ്പും നല്ല കോടയുമായിരുന്നു.
വന്ന വഴിയിൽ ഒരു ചായത്തട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി ചായ കുടിക്കാമെന്ന് വെച്ചു. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കും. നമ്മൾ പുറത്തിറങ്ങാൻ നിന്നില്ല, വണ്ടി തന്നെ ഇരുന്നു ചായയും പഴംപൊരിയും കൂടിയായിട്ട് വാങ്ങിയത്. വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ വീഡിയോ ഇതുവരെയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.